ഹലോ ഫ്രണ്ട്സ്, കുക്ക് ട്രാവൽ ടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വളരെ ഡിഫറൻ്റായിട്ട്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഫ്രീസറിൽ ചിക്കനൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കിന്നൊരു ടിക്ക ഉണ്ടാക്കാം. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ ടിക്കയാണ്. അപ്പോൾ ടിക്ക എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മിക്സ് ചെയ്യാനൊക്കെ പാകത്തിന് ഒരു വലിപ്പമുള്ളൊരു ബൗളെടുത്തു. ഇത് ബൗളെടുക്കുക. എന്നിട്ട് ഈ ബൗളിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ടിക്കയ്ക്ക് ആവശ്യമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ടിക്കയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും സ്മെല്ലില്ലാത്ത വെജിറ്റബിൾ ഓയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇതുകൊണ്ട് വെളിച്ചെണ്ണ കിട്ടിയിട്ടുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ എടുത്തു. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതെടുത്തു, കണ്ടോ, ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ എടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മുടെ ജീരകം, കുമിൻസ്, ജീരകത്തിൻ്റെ ഒന്ന് പൊടിച്ചെടുത്തത് ഒരു 1/4 സ്പൂൺ വരാവുന്ന രീതി, 2 നുള്ള് വരാവുന്ന രീതി. ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ കണ്ടമാനം ഉയർന്നു വരരുത്, എന്നാൽ അവൻ ആ പരിസര പ്രദേശത്തൊക്കെ ആയിട്ട് നിൽക്കണം. ആ രീതിയിൽ നമ്മൾ ജീരകം പൊടിച്ചത് എടുത്തു, നമ്മളതിനകത്ത് ചേർത്തു. പിന്നെ അടുത്തത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എല്ലാ മീറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ്. കാരണം അതിന് മെഡിസിനൽ പവറുണ്ട്, അതുപോലെ തന്നെ ഫുഡ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, ഇങ്ങനെയുള്ള സംഭവം. അപ്പോൾ ആ സാധനം നമ്മൾ ഒരു 2 പിഞ്ച് ചേർത്തു. പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രധാന താരമായ റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 1 സ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഗരം മസാല നമ്മൾ ഒരു 1/4 സ്പൂൺ വരാവുന്ന, അല്ലെങ്കിൽ 1/2 സ്പൂൺ വരാവുന്ന രീതിയിൽ ഗരം മസാല ചേർത്തു. അപ്പം ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. പിന്നെ കുരുമുളക് പൊടി, പെപ്പർ ഒരു 1/4 സ്പൂൺ വരാവുന്ന രീതിയിൽ ഇത് ചെയ്യുന്നു. കുരുമുളക് പൊടി ചേർത്തു. അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഇത് നമ്മൾ വീട്ടിൽ അരച്ചെടുത്തതാണ്. കാരണം ഇപ്പോൾ കടകളൊന്നും തുറക്കുന്നില്ല, സംഭവമില്ല. അതുകൊണ്ട് നമുക്ക് ആണ്. ഇനി റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംഗതി ആണ്. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് നമ്മൾ ചേർക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് ഉപ്പ്, നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തു. ഇനി നമ്മൾ ഇതിനെ ചെയ്യാനായിട്ട് നമ്മളൊരു ലെമൺ എടുക്കുക. ലെമണ്ണെ ചെയ്യുക. നമ്മൾ ലെമൺ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലെമണിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാം, സ്ക്യൂസറിൽ പ്ലേസ് ചെയ്യാം. നമ്മൾ ഇവിടെ വയ്ക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ലെമൺ ചേർത്തു. ലെമൺ ജ്യൂസ് ചേർത്തു. നമ്മളിതിനെ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് അരച്ച് ഒരു കരണ്ടിയോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ച് മിക്സ് ചെയ്തെടുക്കാം.
നമുക്കിതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള് ഇപ്പം കാശ്മീരി ചില്ലി ഉപയോഗിച്ചുകൊണ്ട് കളറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള് റെഡ് കളർ, ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. കുറച്ചും കൂടെ ഒരു ഹൈപ്പ് കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അത് സിന്തറ്റിക്കാണ്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത് മതി. ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കാം. കാരണം ഇതായതുകൊണ്ട് എപ്പോഴും നമ്മൾ ടേസ്റ്റ് നോക്കി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട്, അത് നമുക്ക് എരിവ്, ഉപ്പ്, പുളി, അതുപോലെ തന്നെ ഇഞ്ചിയുടെ, വെളുത്തുള്ളിയുടെ എല്ലാ ടിൻറ്റും ശരിക്കും എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. അത് ശരിക്കും ആ കുത്ത് ശരിക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. നല്ല കൊള്ളാം, ഗുഡ്. നമുക്ക് പുറത്തേക്കും പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ടൈമാണ്. നമ്മളിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീടിൻ്റെ പുറകുവശം തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മാക്സിമം ഇത് ചെയ്യുക, നമ്മൾ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊരിക്കലും നമ്മൾ ഗവൺമെൻറ് എന്ത് പറയുന്നു അതെല്ലാം നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ ഒരിക്കലും നമ്മളിത് ചെയ്യരുത്. അപ്പം നമുക്കിവിടെ വീട്ടിലുള്ള കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ ടിക്കയ്ക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്, അതായത് കന്നാരച്ചക്ക ഞാൻ ചേർത്തു. അതേപോലെ തന്നെ ക്യാരറ്റ്. ഈ ക്യാരറ്റ് നമ്മൾ മാക്സിമം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. കണ്ടോ, ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആണെങ്കിൽ അതിന് ഭംഗിയുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് കട്ട് ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു, അത്ര. എന്നിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത സവാള ഇതേപോലെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു, അത് ഇതിനകത്ത് ചേർക്കുക. അതേപോലെ തന്നെ തക്കാളി ചേർക്കുക. തക്കാളി ഇതേപോലെ തന്നെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്തെ എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്തത് നമ്മൾ അതേപോലെ ക്യാപ്സിക്കം, അതിൻ്റെ ഒരു ഫ്ലേവർ ലിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇത് ക്യാപ്സിക്കം ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ഒന്ന് അവശനായ സാധനമാണ്. നമുക്ക് ഫ്രഷ് സാധനങ്ങളൊന്നും കിട്ടാൻ നിവൃത്തിയില്ല. നമ്മുടെ സാഹചര്യം അതാണ്. നമ്മൾ മാക്സിമം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, കിട്ടും. ഇത് കട്ട് ചെയ്തെടുത്തു, അത് ചേർത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ, അത് ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഭംഗിയുണ്ടാവും. നമ്മൾ ഇതിലൊക്കെ കാണുന്ന പോലെ തന്നെ ഭംഗിയുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമുക്കതില്ല. ഇതിപ്പോൾ ഞാൻ കറിക്ക് പാകത്തിന് കട്ട് ചെയ്തെടുത്ത സംഭവമാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല മാക്സിമം ബോൺലെസ് ആക്കി എടുക്കുക. ബോൺലെസ് ആണ് ശരിക്കും ഇതാവേണ്ടത്. ഇതിനകത്ത് ചെറിയ ബോൺ പീസുണ്ട്, അത് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് വെച്ചാൽ അങ്ങനെയുള്ള ചിക്കൻ എടുത്തു. ആ ചിക്കനെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇതുണ്ട്, ചിക്കൻ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ട് ഇതിനെ ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങോട്ട് വയ്ക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ സോഫ്റ്റ് ആവണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിലേക്ക് അതൊന്ന് പിടിക്കുകയും വേണം, കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. അപ്പം ഈ ടിക്കയുടെ ഇതിൽ ഏറ്റവും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്തിരിക്കുന്നതാണ്. ഫ്രണ്ട്സ്, എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് ഞങ്ങളോട് പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് തൈര് ചേർക്കണമായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തൈര് ചേർത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം തൈര് ഞാൻ ചേർക്കാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ ചേർക്കുകയാണ്. അത് തെറ്റാണ് ശരിക്കും, പക്ഷേ അത് അന്നേരം ചെയ്യേണ്ടതാണ്. അത് ചെയ്യാൻ പറ്റിയില്ല, വിട്ടുപോയി, സോറി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇത് തൈര് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. തൈര് നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ ഈ ചിക്കൻ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കേട്ടോ. അല്ലാണ്ട് തൈര് ടേസ്റ്റ് ഉണ്ട്, എന്നാലും വലിയ ടേസ്റ്റിലല്ല ഇവൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണിത്. ശരിക്കും പഞ്ചാബിയാണ്, ശരിക്കും പഞ്ചാബാണ് ഇതിൻ്റെ ബേസ്. അപ്പം
ഇത് ടിക്കയ്ക്ക് ഏറ്റവും ഫേമസ് പഞ്ചാബാണ്. അപ്പം ഇതിൽ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പം അത് ചിക്കൻ സ്മൂത്ത് ആവാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഇത് ഒരു 2 മണിക്കൂർ നമ്മൾ ഇതിന് വെച്ചു, മാരിനേഷന് വെച്ചു. എന്നിട്ട് ഇത് ഇനി അടുത്ത് നമ്മൾ സ്ക്യൂവിങ് ആണ്. അപ്പം സ്ക്യൂവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പപ്പടം കുത്തുന്ന കോലാണ് എടുത്തത്. പപ്പടം കുത്തി അടുക്കളയിൽ നിന്ന് തൽക്കാലം എടുത്തു. അപ്പം നമുക്ക് സാഹചര്യമാണ് സൃഷ്ടിയുടെ മാതാവ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിക്ക റെഡി കണ്ടോ. അപ്പോൾ പപ്പടം കുത്തിയുണ്ട്, ഇങ്ങനെയും ഉപകാരമൊക്കെ ഉണ്ട്. പപ്പടം കുത്തി അപ്പം സംഗതി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഓവറായിട്ട് കരിഞ്ഞില്ല, കുക്കഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയൊരു കവറും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്കിത് ഇതായിട്ട് നല്ല ഹീറ്റാണ് വരുന്നത്. നമ്മളിങ്ങനെ ലിഡ് വെച്ച് കൊടുക്കുക, കവർ. അപ്പോൾ നമ്മൾ ബാർബിക്യൂ കംപ്ലീറ്റ് ആയി. അതെയോ ഉഷാറായി. പൈനാപ്പിളും ചിക്കനും അതിൻ്റെ പെപ്പറിൻ്റെ ചില്ലിയുടെ അതിൻ്റെയൊക്കെ ആ ടിൻറ്റ് ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. നല്ല സംഭവമാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, അതിനകത്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.